അയ്യപ്പ സംഘവുമായി സഹകരിക്കുന്നതിൽ UDF തീരുമാനം വരാനിരിക്കെ അതൃപ്തി പരസ്യമാക്കി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ക്ഷണിക്കാനെത്തിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ കാണാൻ പ്രതിപക്ഷ നേതാവ് കൂട്ടാക്കിയില്ല. അതേസമയം ശബരിമല യുവതീ പ്രവേശന വിഷയമുയർത്തി അയ്യപ്പ സംഗമത്തിനെതിരെ നിലപാട് കടുപ്പിക്കുകയാണ് BJP. പ്രതിപക്ഷ നേതാവിനെ അയ്യപ്പ സംഗമത്തിലേക്ക് നേരിട്ടെത്തി ക്ഷണിക്കാനാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അടക്കമുള്ളവർ കന്റോൺമെന്റ് ഹൌസിലെത്തിയത്. പ്രതിപക്ഷ നേതാവ് കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാവാത്തതിനെ തുടർന്ന് സംഘം മടങ്ങി. അതേസമയം UDF തീരുമാനം വരാനിരിക്കെ കോൺഗ്രസ് അയ്യപ്പ സംഗമത്തെ എതിർക്കുമ്പോൾ നല്ല കാര്യമെങ്കിൽ നടക്കട്ടെ എന്നാണ് ലീഗ് നിലപാട്. അയ്യപ്പ സംഗമത്തിൽ UDF തീരുമാനം വരാനിരിക്കെ BJP നിലപാട് കടുപ്പിച്ചു. ദേവസ്വം ബോർഡും സർക്കാരും CPIയും കാട്ടുന്നത് ആത്മാർത്ഥമായ ശ്രമമല്ല, മറിച്ച് തിരഞ്ഞെടുപ്പ് അടുക്കാറാകുമ്പോഴുള്ള മുതലെടുപ്പ് രാഷ്ട്രീയം മാത്രമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. നഷ്ടമായ വോട്ട് തിരിച്ചുപിടിക്കാനുള്ള ശ്രമമാണ് CPIM നടത്തുന്നതെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. എന്താണ് ഈ ഗവൺമെന്റ് ഇപ്പോൾ പെട്ടെന്ന് അയ്യപ്പനോടൊരു സ്നേഹം തോന്നിയിട്ടുള്ളത്? ശബരിമല സംഭവത്തിന് ശേഷം CPMന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഹിന്ദു സമൂഹത്തിൻ്റെ വോട്ട് ബാങ്ക് തിരിച്ചുപിടിക്കുക എന്നുള്ള അജണ്ടയാണ്. അത് തിരിച്ചറിയാൻ കേരളത്തിലെ ഹിന്ദു സമൂഹത്തിന് സാധിക്കും. ന്യൂനപക്ഷത്തോടും ഭൂരിപക്ഷത്തോടും സർക്കാരിന് ആത്മാർത്ഥതയില്ലെന്നും സർക്കാരിന്റേത് ഇലക്ഷൻ ഗെമിക്ക് മാത്രമാണെന്നും ഹിന്ദു ഐക്യവേദി സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് K ഹരിദാസും നിലപാടെടുത്തു. ആദ്യം ഞങ്ങൾ വിചാരിച്ചു സർക്കാരാണ് ചെയ്യുന്നത്, ഇപ്പം CPM ആണ് ചെയ്യുന്നതെന്നാണ് ഗോവിന്ദൻ മാഷിൻ്റെ പ്രസ്താവന കേൾക്കുന്നത്. അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ വർഗീയ ആൾക്കാരെ ഒന്നും വിളിക്കുന്നില്ല, അല്ലാത്തവരെയൊക്കെ വിളിക്കും. ഇങ്ങനാരാ ഇത് പറയാൻ? ഇതിനകത്ത് ഒരു ഭക്തജന പങ്കാളിത്തവും ഇല്ല. ആരുമായിട്ടോ ആചാരപരമായിട്ടോ വിശ്വാസപരമായിട്ടോ ആരുമായിട്ടും സഹകരിക്കാതെ അല്ലെ അവരെ ഒന്നും ഉൾപ്പെടുത്താതെ ഏകപക്ഷീയമായിട്ട് നടത്തുന്നതിൽ വലിയ ഗൂഢോദ്ദേശമുണ്ട്. എന്നാൽ അയ്യപ്പ സംഗമം കാലോചിത തീരുമാനമാണെന്നും അതിൽ രാഷ്ട്രീയം കാണേണ്ടെന്നും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ പറഞ്ഞു. ശബരിമല സ്ത്രീ പ്രവേശനം ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ലെന്നും പത്മകുമാർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.